ആ കടയിലുണ്ട്. വരാൻ. വന്നേക്കാവുന്നു. ഇങ്ങോട്ട് വാടി. വരാൻ. നിന്നോട് വരാനാ പറഞ്ഞത്. പറഞ്ഞത് കേട്ടില്ലേ? വരാൻ. എന്താ ഇത്? എന്താ ഇത്? എടാ എടാ വിടടാ, വിടടാ, വിടടാ. എന്താ? അത് കൊള്ളാം. എന്നോടാണോ ചോദിക്കുന്നത്? ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. എന്താ എന്താ കാര്യം? എന്റെ പെങ്ങളാ മീനാക്ഷി. വീട് വിട്ടിറങ്ങി തെരുവ് തണ്ടി നടപ്പാ 10-12 ദിവസമായിട്ട്. അവിടെ അമ്മക്കേ ആദ്യകാരായിട്ട് കിടപ്പാ. കണ്ടാ പിടിച്ചോണ്ട് പോണ്ടേ? നീ വണ്ടി കേറുന്നോ അതോ ഞാൻ പൊക്കിയെടുത്ത് കേട്ടണോ? ഞാൻ കേറാം. കേട്ടണോ അവളെ? നിക്കടി. നീ ഓടോ? എന്തൊന്നായി കാണിക്കണേ? എന്താ ഇത്? ഓടുവല്ലേ? തൊട്ടുപോരുന്നവളെ ഇറങ്ങി പോണ ഈ വീട്ടിന്. നിങ്ങളൊക്കെ ആരാ? ഒന്ന് പോടോടുന്ന്. കൊന്നുകളയും. മിണ്ടി പോരുത്. എടീ എടുത്ത് പൊക്കിനാ കൊണ്ടുപോണ വണ്ടിയിലേക്ക്. എന്താ? വല്ലാതെ ദണ്ണം തോന്നിയ ഒരു സംഭവമായി പോയി. ഏത്? ആ മീനാക്ഷി കൊച്ചിന് കുറെ പേര് ചേർന്ന് പിടിച്ചുകൊണ്ടങ്ങ് പോയി. അടി ഇടിയും തൊഴിയൊക്കെ ആയിട്ട് എന്ത് ബഹളായിരുന്നു ഇവിടെ. ആര് പിടിച്ചോണ്ട് പോയി? കുറെ ചെറുപ്പക്കാര് തടിയന്മാര്. എന്തിന്? ഞാൻ തുടരുത്, വിടണ, ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. ആര് ഗവനിക്കാനാ? എനിക്കിട്ടും കിട്ടിയ ഒരു തള്ളു.
താൻ എന്തിനാ തുടരുത് പിടിക്കരുതെന്നൊക്കെ പറയാൻ പോയത്? തന്നോട് ഞാനല്ലേ പറഞ്ഞ അവളെ പറഞ്ഞു വിട്ടേക്കാൻ. അത് ശരി. നമ്മൾ പറഞ്ഞയക്കുന്ന പോലെയാണോ അന്യന്മാര് നമ്മുടെ വീട്ടിൽ നിന്നൊരു പെണ്ണെ പിടിച്ചോണ്ട് പോകുന്നത്? ഏതായാലും അവിടെ നിന്ന് പോയല്ലോ. ആ പോയി. നന്നായി നന്നായി എന്ന് കരുതിക്കൊണ്ടാ മതി. താൻ അതിനെക്കുറിച്ച് ഓർത്തിന് ഇത് എണ്ണപ്പെടുവൊന്നും വേണ്ട. അപ്പൂന് നല്ല സങ്കടമുണ്ട്. രാവിലെ മുതലൊരു വക കഴിച്ചിട്ടില്ല. അപ്പോ എന്താ ഒന്നും കഴിക്കാഞ്ഞത്? അപ്പോ എന്താ ഒന്നും കഴിക്കാഞ്ഞെന്ന് ചോദിച്ചു കേട്ടില്ലേ? അമ്മണി, ആഹാരം എടുത്ത് വയ്ക്കേ. എനിക്കും അപ്പൂനും. അവൻ കഴിച്ചോ ഇല്ലോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പോ ഞാൻ പറഞ്ഞതാ പണിക്കരോട്, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ മീനാക്ഷി ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന്. അവള് ശരിയല്ല. എനിക്ക് അവളെ ഇഷ്ടമല്ല. ഒരു കാരണവശാലും ഞാൻ അവളെ എനിക്ക് കയറ്റുമില്ല. അപ്പൂനൊരു നല്ല കുട്ടിയാണെന്നുണ്ടെങ്കിൽ അപ്പു മാത്രം വിചാരിച്ചാൽ മതി. അതിനാരുടെയും സഹായമൊന്നും വേണ്ട. വാ കഴിക്ക്. ആവശ്യമില്ലാത്ത വാശിയൊന്നും വേണ്ട. പോ, വന്ന് കഴിക്കാനാ പറഞ്ഞത്. എടാ, നിന്നോട് വന്ന് കഴിക്കാനാ പറഞ്ഞത്. പറഞ്ഞാ കേക്കില്ലടാ റാസ്കൽ. നീ കഴിക്കുമെന്ന് ഞാൻ നോക്കട്ടെ. കഴിക്കാൻ അപ്പോ നിന്നോട് കഴിക്കാനാ പറഞ്ഞത്. കഴിക്ക്. എടോ, കഴിക്കാൻ. അയ്യോ, അസത്തെ ഓഹാരം വലിച്ചെറിഞ്ഞു. വേണ്ട. അയ്യോ വേണ്ട, കുഞ്ഞിനെ അടിക്കരുത്, കുഞ്ഞിനെ അടിക്കരുത്. അയ്യോ അയ്യോ വേണ്ട, അടിക്കരുത്. പിള്ളേരെ ഇങ്ങനെയാണ് തല്ലണത്. ആവശ്യമുണ്ടെങ്കിൽ ഒരു വടിയെടുത്തടിക്ക്. തല്ലി കൊല്ലണോ ഇതിനെങ്ങനെ? കൊഞ്ചിക്ക്, എല്ലാരും കൂടെ കൊഞ്ചിക്ക്. കൊഞ്ചിച്ച് എന്റെ മോനെ ഈ കോലത്തിലാക്കി. ലോകത്തിൽ എത്രയോ കുട്ടികളുണ്ട്, ഇവൻ മാത്രം എന്താ ഇങ്ങനെ? അഹങ്കാരി, നിഷേധി. അപ്പോ നിന്നെ എനിക്ക് ഇഷ്ടമല്ലടാ. എന്താ ഈ വീടിന് ഇങ്ങനെ ഒരു ശനിദശ എന്റെ അമ്മണിയമ്മേ? അല്ല, വെറും അമ്മണിയമ്മേ. ഹലോ, മൊബൈൽ ഞാനാ. എന്താ ബാലു? എടാ, ആ പെണ്ണ് പോയി കളഞ്ഞല്ലോ, ആ മീനാക്ഷി. എപ്പോ? ആ രാവിലെ ആരോ വന്ന് വിളിച്ചോണ്ട് പോയെന്നോ പിടിച്ചോണ്ട് പോയെന്നോ ഒക്കെ പറയുന്നു. അപ്പോന്റെ സങ്കടം അങ്ങോട്ട് സഹിക്കാൻ വയ്യ. അവൻ ആകെ വിഷമിച്ചിരിക്കുക. നീയേ ഇപ്പൊ തന്നെ ആരെങ്കിലും ഒന്ന് ഏർപ്പാട് ചെയ്തിട്ട് നാളെ രാവിലെ തന്നെ അവളോടൊന്ന് വരാൻ പറയും. എന്ത് വേണേ കൊടുക്കാന്ന് പറയും. നോക്കട്ടെ, ആ കുട്ടിയുടെ അഡ്രസ്സ് തപ്പിയെടുക്കാമെന്ന് നോക്കട്ടെ, എന്നിട്ട് ആളെ വിടാം. ആ കഴിക്കണ്ടായോ? കഴിക്കാൻ പോവാ. ആഹാരം കഴിക്കണ്ടായോന്ന് ചോദിച്ചത്. വേണ്ട. ഒരത്താഴം മുടങ്ങിയാൽ ഒരു പ്രാവിന്റെ തൂക്കം ഇറച്ചി ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന. പണിക്കരെ, എന്തോ? അപ്പോന് ഞാൻ ഒരുപാട് തല്ലിയല്ലേ. കഷ്ടായിപ്പോയി അത്. തനിക്ക് ഓർമ്മയുണ്ടോ? എന്ത്? അന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോ ഭാമ എന്റെ കൈ പിടിച്ച് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, അപ്പൂനെ വേദനിപ്പിക്കരുത്, അപ്പൂനെ വേദനിപ്പിക്കരുത്. അവളുടെ മരണശേഷം എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട്, എന്റെ തൊട്ടടുത്ത് വന്നിരുന്ന അവള് പറയുന്നത് പോലെ, അപ്പൂനെ വേദനിപ്പിക്കരുത് വലുവിട്ട, അപ്പൂനെ വേദനിപ്പിക്കരുത്. ഒക്കെ ഞാൻ മറക്കുന്നല്ലോ പണിക്കരെ. താൻ എന്നോടൊന്ന് വാ. എനിക്ക് എന്റെ മോനോട് മാപ്പ് ചോദിക്കണം. തമ്മ